തെരഞ്ഞെടുപ്പിന്റെ സാമ്പിൾ വെടിക്കെട്ടെന്ന് വിശേഷിപ്പിക്കുന്ന ലോക്കൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ലേബറിന് വലിയ നേട്ടമാണ് സമ്മാനിച്ചത്. 107 അതോറിറ്റികളിലേക്കും 11 മേയർ തിരഞ്ഞെടുപ്പുകളിലേക്കും നടന്ന ബ്രിട്ടീഷ് ലോക്കൽ ഇലക്ഷൻ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ലേബർ പാർട്ടി അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തുന്നതിന്റെ പ്രാഥമിക സൂചനകൾ പുറത്തുവരുന്നു. കൺസർവേറ്റീവ് ശക്തി കേന്ദ്രങ്ങളിൽ വെന്നിക്കൊടി പാറിക്കാൻ കീർ സ്റ്റാർമറിന് അവസരം ലഭിക്കുമ്പോൾ തന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് ആശങ്കയിലാണ് പ്രധാനമന്ത്രി ഋഷി സുനക്. അതേസമയം പ്രധാന കൗൺസിൽ തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കി വെസ്റ്റ് മിനിസ്റ്ററിൽ അധികാരത്തിലെത്താനുള്ള വഴി വെട്ടിയെടുക്കുമെന്നാണ് ലേബറിന്റെ ആത്മവിശ്വാസം. ആദ്യഘട്ടത്തിൽ തന്നെ ഹാർട്ട്പോളിലും തുറോക്കിലും വിജയം കരസ്ഥമാക്കിക്കൊണ്ട് ഈ ആത്മവിശ്വാസം ഉറപ്പിക്കാൻ കീർ സ്റ്റാർമറിന്റെ പാർട്ടിക്ക് സാധിച്ചിട്ടുമുണ്ട്. ഇതിനു പുറമെ 1/4 നൂറ്റാണ്ടായി കൺസർവേറ്റീവ് നിയന്ത്രണത്തിലുള്ള റഷ്മോർ നേരിട്ട് പിടിച്ചെടുത്തത് ചരിത്ര നേട്ടമായി മാറി. നോർത്ത് ഈസ്റ്റ് ലങ്കൺഷെയറിലും ടോറികളുടെ പിടിവിട്ടതായി ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പ്രധാനമന്ത്രി സുനക്കിനും ഇത് നിർണായകം തന്നെയാണ്. പുതിയ പാർട്ടിയായ റിഫോം യുകെയുടെ പ്രകടനവും ടോറികൾക്ക് കനത്ത തിരിച്ചടിയാണ്. സണ്ടർലാൻഡിലെ 25 സീറ്റിൽ 16 റിഫോം ടോറികളെ പരാജയപ്പെടുത്തിയത്. ചെങ്കോട്ട മേഖലകളിൽ ലേബറിന്റെ യഥാർത്ഥ പ്രതിപക്ഷം തങ്ങളാണെന്ന് നേതാവ് റിച്ചാർഡ് ടൈംസ് അവകാശപ്പെട്ടു. 107 ലോക്കൽ അതോറിറ്റികളിലെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ സുനക്കിനെ കൊത്താൻ കാത്തിരിക്കുന്ന ടോറി വിമതർക്ക് ഇതിനുള്ള വഴി തുറന്നു കിട്ടുമെന്നാണ് കരുതുന്നത്. ഏകദേശം 4 കോടിയോളം പേർ വോട്ട് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് അവസാനിച്ചത്. 107 ലോക്കൽ അതോറിറ്റികളിലായി 2600 കൗൺസിൽ സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത്. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മേയർ സ്ഥാനങ്ങളിലേക്കും പോലീസ് ക്രൈം കമ്മീഷണർ സ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടന്നു. അതിനോടൊപ്പം തന്നെ ബ്ലാക്ക്പൂൾ സൗത്തിലും ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. കൺസർവേറ്റീവ് പാർട്ടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 3690 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ലേബർ പാർട്ടിയും നേതാവ് കീർ സ്റ്റാർമറും കരുതുന്നത്. പൊതുതെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ ജയം തീർച്ചയായും ലേബർ പാർട്ടിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുമെന്നതിൽ സംശയമൊന്നുമില്ല. പാർട്ടിയുടെ പ്രകടനം തീരെ മോശമായാൽ സുനക്കിനെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു കലാപത്തിനും സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.